പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു വെയിറ്റേജ് പ്രധാനപ്പെട്ടതാ. ഒരാള് കരിസ്മാറ്റിക് ആണ്, വിശുദ്ധ പൗലോസ് സ്ലീഹ. വേറൊരാള് കുറച്ചും കൂടെ ലോജിക്കലാണ്, കുറച്ചും കൂടെ യുക്തിസഹജമായിട്ട് വിശ്വാസത്തെ കാണുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവർ, ഇത് രണ്ടും കത്തോലിക്ക സഭയ്ക്ക് വേണം. ഇത് രണ്ടും സീറോ മലബാർ സഭയ്ക്ക് വേണം. ഞാൻ പറയാൻ ആഗ്രഹിച്ച 3 വചനങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇന്നത്തെ ദിവസം പറ്റുമെങ്കിൽ അത് വായിച്ചു നോക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം. നിങ്ങൾക്കറിയാം, ആദ്യത്തെ സഭയിലെ കൗൺസിലാണ്, ഫസ്റ്റ് കൗൺസിൽ, നമ്മുടെ ജെറുസലേം കൗൺസിലാണ്. അതിൽ ഈ പരിച്ഛേദനത്തെ കുറിച്ചുള്ള തർക്കമാണ്. വിജാതീയരെ പരിച്ഛേദനം ചെയ്യണോ? യഹൂദരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് വരുന്നവരൊക്കെ പരിച്ഛേദിതരാണ്. പക്ഷേ വിജാതീയരെ ചെയ്യണോ? ഇതാണ് അവരുടെ ഒരു പ്രതിപാദ്യ വിഷയം. അവര് പരിശുദ്ധാത്മാവിൽ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുകയാണ്. 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പൗലോസും ബർണബാസും തീത്തോസും ഒരു കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണേ. ഇപ്പുറത്ത് പത്രോസ് ഉണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, സ്ലീഹന്മാരെല്ലാവരും ഉണ്ട്. ഇവർ തമ്മിൽ ഒരുമിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തീരുമാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വായിച്ചു നോക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം. തീരുന്നില്ല. വിശുദ്ധ പൗലോസിലെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം വീണ്ടും വായിക്കണം. അതിലുമുണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത. ഒരു പക്ഷേ അന്നത്തെ കാലത്ത് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്, പൗലോസ് ലീഹ ഒരു വിമതനായേനെ, തീർച്ചയായിട്ടും. കാരണം സഭയുടെ തലവനായ പത്രോസിനെതിരെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. കഴമ്പില്ലാത്ത ആരോപണമല്ല. ഇവര് ഒരു ചെറിയ കപടത കാണിച്ചതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന വിജാതീയരുടെ ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പത്രോസ് ലീഹ, ഇവര് വരുന്നത് എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ഒട്ടനെ അവിടെ നിന്ന് എണീറ്റ് മാറും. നിസ്സാരം കാര്യമാണ്. അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു എണീറ്റ് മാറുന്നതിനെയാണ് ഈ മനുഷ്യൻ വിമർശിക്കുന്നത്. പൗലോസ് ലീഹ വിമർശിക്കുമ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് വിശുദ്ധ പത്രോസ് ലീഹ തന്റെ 2-ാം ലേഖനത്തിൽ 15-ഉം 16-ഉം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ലീഹയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയും. വിശുദ്ധ പൗലോസ് ലീഹ പറഞ്ഞത് തന്റെ ജ്ഞാനത്തിൽ നിന്നാണ്. ശരിയാണ്, ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലരത് വളച്ചൊടിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വചനമാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ പത്രോസ് ലീഹ എഴുതിയ 2-ാം ലേഖനം 15-ഉം 16-ഉം വാക്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയണത് നമ്മുടെ ഈ പ്രശ്ന കലുഷിതമായ ഈ സമയത്ത് ഈ വചനം പ്രധാനപ്പെട്ടതാ, ഈ വിശുദ്ധര് പ്രധാനപ്പെട്ടതാ, ഈ സ്ലീഹന്മാര് പ്രധാനപ്പെട്ടതാ. അതിന്റെ അകത്ത് നമുക്കറിയാം, നമുക്ക് 2 പക്ഷമുണ്ട്. നിങ്ങളും ഞാനും ഏത് പക്ഷമാണെങ്കിലും 2 പക്ഷമുണ്ട്. നിങ്ങൾ വിമതപക്ഷം എന്ന് ഒരു പക്ഷത്തെ പേരിട്ട് വിളിച്ചാൽ, ഞാൻ ഇപ്പറേ സുമതപക്ഷം എന്നേ വിളിക്കുള്ളൂ. സമ്മതർ, സഭാ സ്നേഹികളും സഭാ സ്നേഹികളല്ലാത്തവരും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ 2-ന്റെയും ഇടയ്ക്ക് ഞാൻ പറയും, ഈ പത്രോസ് പൗലോസ് ലീഹന്മാരെ ഞാൻ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ലീഹ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു. പത്രോസ് ലീഹയ്ക്ക് അത് ആദ്യം ഒരു മടിയായിരുന്നു. പക്ഷെ ഇവർ പരസ്പരം സംസാരിക്കുന്നു, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നു. ആ മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിങ്ങൾ വചനം വായിക്കണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് ഈ പറയുന്ന വിമതനും സുമതനും ഇടയ്ക്ക് വേറെ കുറച്ച് ടീമുകൾ കയറി കൂടുന്നുണ്ടെന്ന്. ആരാത്? കപട സഹോദരന്മാർ കയറിക്കൂടും. വചനമാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരും സഭയ്ക്കെതിരെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരുടെ ഇടയിൽ ഇവർ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ട കാര്യത്തിന്റെ ഇടയ്ക്ക് ചില കപട സഹോദരന്മാർ കയറിക്കൂടും. പൗലോസ് ലീഹ പറയും, ഞങ്ങൾ ഒരിക്കൽ പോലും അവർക്ക് വഴിപ്പെട്ടില്ല. വചനമാണ് പ്രിയപ്പെട്ടവരെ. ഈ 2 കൂട്ടർക്കും ഇടയ്ക്ക് മറ്റൊരു കൂട്ടര് ഇനിയുള്ള ചർച്ചകളിൽ കയറിക്കൂടാ. ഇതിന്റെ 2-നും ഇടയ്ക്ക് നമുക്കൊരു സൊല്യൂഷൻ വേണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉദ്ധാനം വേണ്ടേ? നമ്മൾ ഈ ഇങ്ങനെ എന്താ പറയണേ, നമ്മള് ഈ ഒരാൾ മരിച്ച് ഒരാളെ കൊന്ന് നമ്മൾ അതിനകത്ത് ഇട്ട് അത് കഴിഞ്ഞ് ഇതിങ്ങനെ ചീഞ്ഞു നാറാണ്. സംസ്കരിച്ചിട്ട് ആ ഒരു നാറ്റം മാറുന്നില്ല. കാരണം സഭയിൽ ആകമാനം ഇതൊരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരു സൊല്യൂഷൻ വേണ്ടേ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. ഏത് പക്ഷത്തു നിന്നും പ്രാർത്ഥിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.